മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും സസ്പെൻഷൻ. വിവിധ പദ്ധതികളിലായി ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സെക്രട്ടറി ഉദയകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മനേഷ് ദേവ് എന്നിവരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വിവിധ പദ്ധതികളിലായാണ് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയായ ഉദയകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മനേഷ് ദേവ് എന്നിവർ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൽ അനർഹരെ തിരികെ കയറ്റി ഇവരിൽ നിന്ന് പണം ഈടാക്കി ലാപ്ടോപ്പ് നൽകിയതായി കണ്ടെത്തി. ഇതോടൊപ്പം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കുള്ള കട്ടിൽ, മെത്ത തുടങ്ങിയവയുടെ വിതരണത്തിലും വ്യാജ ഗുണഭോക്താക്കളെ കണ്ടെത്തി മറിച്ചു വിറ്റതായാണ് കണ്ടെത്തൽ. വിവിധ പദ്ധതികളിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ക്രമക്കേടുകൾ നടത്തി. മൂന്നാറിലെ മാലിന്യ സംസ്കരണത്തിനായി വർഷം തോറും 2 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിലും മാലിന്യ സംസ്കരണം നടന്നിരുന്നില്ല എന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതോടൊപ്പം ശ്മശാനം അറ്റകുറ്റപ്പണി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ നടന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മൂന്നാർ സ്വദേശികളായ റിയാസ് ആർ, മുഹമ്മദ് എബ്രഹാം എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പഞ്ചായത്തിലെ ഗുരുതര ക്രമക്കേടുകൾ തെളിഞ്ഞത്. ഈ ഫണ്ട് എങ്ങനെയാണ് തിരിമറി നടത്തിയതിനുള്ള ചെറിയ തെളിവാണ് നമുക്ക് കിട്ടിയത്. ഇതിന് വെച്ചാണ് അപേക്ഷ കൊടുത്തത്. ഈ അപേക്ഷയിന്മേൽ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തല നടപടികൾ സ്വീകരിച്ചു. ആ നടപടി ഇവരെ സസ്പെൻഡ് ചെയ്തതോടൊപ്പം തന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി കണ്ടെത്തി അത് ഗവൺമെന്റിലേക്ക് തിരിച്ച് അടയ്ക്കുവാനുള്ള നടപടിയും കൂടിയാണ് ആലോചിക്കേണ്ടത്. ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സെക്രട്ടറി GP ഉദയകുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറി മനേഷ് ദേവിനെയും സസ്പെൻഡ് ചെയ്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കി. കൈരളി ന്യൂസ്, ഇടുക്കി.